എല്ലാവരുടെയും ഫേവറേറ്റ് നാരങ്ങ വെള്ളം തന്നെയാണ്. നമുക്ക് നാരങ്ങ ഈ പ്രാവശ്യം നമ്മൾ ഇതുപോലെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് തൊലിയോട് കൂടി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. തൊലി കൂട്ടിയാണ് നമ്മൾ അടിക്കുന്നത്, തൊലി കളയുന്നില്ല. ഇത് 2 നാരങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചെറിയ പീസാക്കുവാണെങ്കിലും മിക്സിക്കകത്ത് അടിച്ചെടുക്കാൻ നമുക്ക് എളുപ്പമുണ്ട്, നല്ലപോലെ അരഞ്ഞു കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഞാൻ ചേർക്കുന്ന 1 സ്പൂൺ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം കൂടി ഇട്ട് അടിച്ചാൽ നമ്മുടെ നാരങ്ങ വെള്ളത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണിത്. ഇനി ഞാനൊരു 4 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ചേർക്കണം. പിന്നെ മധുരമൊക്കെ ആവശ്യമുള്ളവരൊന്ന് ഉപ്പും കൂടി ഇട്ട് അടിക്കുന്നതുകൊണ്ട് പിന്നെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മളിതിപ്പോൾ ഒരു 2 ഗ്ലാസ് ജ്യൂസാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഈ നാരങ്ങ വെള്ളത്തിൻ്റെ പുളിയൊക്കെ അനുസരിച്ച് ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ പഞ്ചസാര വേണേൽ ചേർക്കാം. ഇത് അടിച്ചു കഴിഞ്ഞ് നമ്മളൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ചിയ സീഡ് എന്ന് പറയുന്നത് ബേസിൽ സീഡ് എന്നൊക്കെ പറയും. ഇത് ഞാൻ ഇച്ചിരി വെള്ളത്തിൽ നേരത്തെ ഒന്ന് കുതിർത്ത് വെച്ചതാണ്. അത് നമുക്ക് പിന്നെ ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. നമുക്കിപ്പോൾ ഈ പഞ്ചസാരയും പെരിഞ്ജീരകവും നാരങ്ങയും ഉപ്പും എല്ലാം കൂടി ഒന്ന് മിക്സിക്കകത്ത് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഞാൻ 2 നാരങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നു. നമ്മൾ ഒത്തിരി മുഴുപ്പിലിട്ടാൽ ചിലപ്പോൾ മിക്സിക്കകത്ത് അരയാതെ കിടക്കും. അതുകൊണ്ട് ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് 1 സ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പെരിഞ്ജീരകം ചേർത്ത് നാരങ്ങ വെള്ളം. ഇത് ഞാൻ 4 സ്പൂൺ പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഇത് ചേർക്കാം. നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ 1 നുള്ളു ഉപ്പും കൂടി, നാരങ്ങ വെള്ളത്തിന് ഉപ്പും പഞ്ചസാരയും ഒക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ 1 നുള്ളു ഉപ്പും കൂടി ഇതിനകത്ത് ചേർത്തിട്ട് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് അരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് നാരങ്ങയുടെ കഷ്ണമോ പെരിഞ്ജീരകമോ ഒക്കെ കിടക്കുവാണെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് നീട്ടിയെടുക്കാം. ആദ്യം ഞാൻ കുറച്ച് അരയ്ക്കാൻ വേണ്ടി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചുള്ളായിരുന്നു. നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മളെല്ലാവരും നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ്, പക്ഷേ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റായി പെരിഞ്ജീരകം ഇട്ട നാരങ്ങ വെള്ളത്തിന്. ഇപ്പം ഞാനൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു 1 സ്പൂണ് ചിയ സീഡും കൂടെ. ബേസിൽ സീഡ്, ചിയ സീഡ് പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഈ കുലുക്കി സർബത്തിൽ ഇടുന്ന അത് തന്നെയാണ്. നമുക്കിത് ഇനി ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഞാൻ മാറ്റാം. നമ്മുടെ പെരിഞ്ജീരകം ഇട്ട് നാരങ്ങ വെള്ളം നല്ല റെഡി ആയിട്ടുണ്ട്. ഈ ചൂടിനൊക്കെ വളരെ നല്ലതാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമുക്ക്.